പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിച്ചിരിക്കുകയാണ് തൽക്കാലത്തേക്കെങ്കിലും. 2 ആഴ്ചത്തേക്കുള്ള വെടിനിർത്തൽ കരാറ് നിലവിൽ വന്നിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ, ഇറാനും അമേരിക്കയും. ഇതിൽ ഇറാൻ മുമ്പോട്ട് വെച്ച കുറേയധികം പോയിന്റ്സ് ഉണ്ട്, പ്രപ്പോസൽസ് ഉണ്ട്. 10ഓളം വരുന്ന പോയിന്റ്സ് ഉണ്ട്. ഇത് അമേരിക്ക അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. ഈ ഒരു വെടിനിർത്തൽ കരാർ യഥാർത്ഥത്തിൽ ലംഘിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടോ? ഇതിനിടയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള പല സംഭാഷണങ്ങളും നടക്കും. അപ്പോൾ ഈ യുദ്ധം പൂർണ്ണമായിട്ടും അവസാനിച്ചു എന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ക്രൈം ചാനൽ. ലോകം മുഴുവൻ 39 ദിവസമായിട്ട് ശ്വാസമടക്കി പിടിച്ച് ഈ യുദ്ധം എന്ന് തീരും എന്നുള്ളത് വെയിറ്റ് ചെയ്ത് അവസാനം ഇന്ന് രാവിലെ ഏർലി മോർണിംഗിൽ ഗൗതം പറഞ്ഞ പോലെ താൽക്കാലികമായിട്ടൊരു യുദ്ധവിരാമത്തിന് എന്ന് പറഞ്ഞാൽ 2 ആഴ്ചത്തേക്ക് ഇരുകൂട്ടരും മൂന്ന് കൂട്ടരുണ്ടല്ലോ, ഇസ്രയേലും അമേരിക്ക ഒരു ഭാഗത്തും ഇറാൻ മറുഭാഗത്തും, അത് സമ്മതിച്ചു. അപ്പോൾ ഇറാൻ വെച്ച 10 കണ്ടീഷൻസിന് എഗൻസ്റ്റ് US ഒരു 15 കണ്ടീഷൻസ് വെച്ചു. പക്ഷേ 2 കൂട്ടരിൽ നിന്നുമുള്ള പ്രതികരണങ്ങൾ ഞാൻ വായിച്ചനുസരിച്ച് ഈ 10 കണ്ടീഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇറാന്റെ സൈഡിൽ നിന്നുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രയേലും ഇറാനെ ഇനി മേലാൽ കയറി ആക്രമിക്കട്ട. ഒന്ന്, ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ദി അറ്റാക്ക്. രണ്ടാമത്, സാങ്ഷൻസ് ഇറാൻ എഗൻസ്റ്റ് ഇന്റർനാഷണൽ സാങ്ഷൻസ് അത് മുഴുവൻ എടുത്ത് മാറ്റണം. മൂന്നാമത്തത്, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമിസ് അത് ഇറാന്റെ മുഴുവൻ പൂർണ്ണമായ കൺട്രോളിലായിരിക്കും. നാലാമത്തത്, ഒമാനും ഇറാനും ഓരോ ചരക്ക് കപ്പലുകളും മൂവ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ചുങ്കം അവർ ചുമത്തും, ഏതാണ്ട് $1,00,000. പിന്നെ ഇവർ വളർത്തി കൊണ്ടുവന്നിരിക്കുന്ന ഹെസ്ബുള്ള ആണെങ്കിലും ഹമാസ് ആണെങ്കിലും ഇങ്ങനെയുള്ള സംഘടനകൾക്കെതിരായിട്ട് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധ അല്ലെങ്കിൽ അവരെ നശിപ്പിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇനി മുമ്പോട്ട് പോകരുത്. പിന്നെ ഇനിയും ഈ അമേരിക്ക ഇപ്പോൾ ചെയ്ത 2 ദിവസം മുമ്പ് ചെയ്ത് ഒരുപക്ഷെ ഓർക്കുന്നുണ്ടായിരിക്കും, അവര് 440 കിലോ എൻറിച്ച്ഡ് യുറേനിയം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു ഫെയിൽഡ് അറ്റംപ്റ്റ്, നടക്കാതെ പോയൊരു സംഭവം ഉണ്ടായി. അതിൻ്റെ ചില ഉള്ളിലുള്ള ഉൾക്കള്ളികൾ അല്ലെങ്കിൽ ഹിഡൻ സ്റ്റോറീസ് ഞാൻ അറിഞ്ഞതനുസരിച്ച് ഇത് F-15A എന്ന് പറയുന്ന അമേരിക്കൻ വിമാനം വെടിവെച്ച് വീഴ്ത്തി ഇറാൻ. അതിൻ്റെ 2 പൈലറ്റ്സിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള സംരംഭമായിരുന്നു. പക്ഷെ അതിലുള്ള എത്രമാത്രം സംരംഭമായിരുന്നു, 500-ൽ കൂടുതൽ അമേരിക്കൻ പട്ടാളം, 2 ബോംബർ വിമാനങ്ങൾ, B-52 ബോംബർ, കൂടാതെ 64 ഫൈറ്റർ ജെറ്റ്സ്, 48 റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റ്, ഇതെല്ലാം അമേരിക്കയിൽ നിന്ന് പറന്നുയർന്ന് 7 മണിക്കൂർ യാത്ര ചെയ്ത് ഇറാനിൽ വന്ന് അവിടുന്ന് 2 പേരെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം. ഇത് ഇന്റർനാഷണൽ മീഡിയയിലെല്ലാം ഡിസ്കസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അല്ല, അതായത് ഇറാന്റെ കയ്യിലുള്ള സ്റ്റോക്ക് പൈലുള്ള യുറേനിയം 440 kg എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യണം. അതിന് വേണ്ടിയൊരു വിഫലമായ ശ്രമമായിരുന്നു, പരാജയപ്പെട്ടു, അമ്പേ പരാജയം. പക്ഷേ ഈ 2 പൈലറ്റ്സ് അവരെ രക്ഷപ്പെടുത്താൻ പറ്റി. പക്ഷെ എന്നിരുന്നാൽ പോലും അമേരിക്കയുടെ 2 C-130 ഹെർക്കുലീസ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് അവർ തന്നെ തീ വെച്ചു, അവർ തന്നെ പറയുന്നു. പക്ഷെ യാഥാർത്ഥ്യം അറിഞ്ഞുകൂടാ. ലാൻഡ് ചെയ്ത വിമാനങ്ങൾക്ക് പറന്നു കയറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ഗാർഡ് സമ്മതിച്ചില്ല എന്നാണ് ഇൻസൈഡ് സ്റ്റോറി. അതുകൂടാതെ പല ഹെലികോപ്റ്റേഴ്സും അവർ തന്നെ കത്തിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു സംരംഭം നടന്നു. അപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ച മിക്കവാറും കാര്യങ്ങളൊക്കെ അമേരിക്ക തൽക്കാലം അത് അംഗീകരിച്ചിരിക്കുന്നു. അമേരിക്കയുടെ ഒരു സറണ്ടറാണിത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ പൊട്ടത്തരവും വട്ടത്തരവും വട്ടന്മാർ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞ 32 വർഷമായിട്ട് നമ്മൾ ട്രംപ് പറയുന്ന കാര്യങ്ങൾ കേട്ടത്. ഇപ്പൊ പറയുന്നില്ല, വൈകിട്ട് പറയുന്നത്, നാളെ പറയുന്നത് വേറൊന്നായിരിക്കും. അങ്ങനെ പറഞ്ഞൊരു അൾട്ടിമേറ്റം കൊടുത്തു. എന്തായിരുന്നു അൾട്ടിമേറ്റം? അതായത് ഇറാൻ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ
ഇറാന്റെ പിന്നെ 10 കോടിയോളം വരുന്ന ജനസംഖ്യയുടെ ഉന്മൂലനാശനം ചെയ്യും എന്ന് അവർ അൾട്ടിമേറ്റം. അത് തീരാൻ പോകുന്നതിന് മുമ്പായിട്ടാണ് ഇങ്ങനെ ഒരു സന്ധ്യ സംഭാഷണത്തില് മുൻകൈ എടുത്ത ഒമാനും കൂടാതെ പാകിസ്ഥാൻ ഇതിന്റെ പുറകിൽ മുൻകൈ എടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും വേണ്ടിയില്ല. അപ്പൊ ഏതായാലും തൽക്കാലം ഇത് സംഭവം നടന്നു. ഒരു വലിയ ആശ്വാസം ലോകത്തിന് തന്നെ. ഇതിന്റെ ഇമ്മീഡിയറ്റ്ലി ഇതിന്റെ ഇമ്പാക്റ്റ് എന്ന് ഞാൻ ചില കാര്യങ്ങൾ കണ്ടു. ഒന്ന്, $117 കിടന്ന ക്രൂഡ് ഓയിലിന്റെ വില താഴോട്ട് വന്ന് $90.05 വരിക, 20% കുറയുക. ഒരു വലിയ കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇറാൻ പറഞ്ഞ കാര്യങ്ങൾ മിക്കവാറും എല്ലാം അവർ അംഗീകരിച്ചു US. പിന്നെ പാകിസ്ഥാൻ ഇതിൽ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഫീൽഡ് മാർഷൽ അസീം മുനീറും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ നവാസ് ഷെരീഫും കുറച്ച് ഇതിൽ നിന്ന് ലിവറേജ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ പൂർണ്ണമായിട്ടും നടന്നിട്ടില്ല. ഇതിന്റെ പുറകിൽ ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്ററായ പിന്നെ ജയശങ്കറും അതുപോലെ ബാക്ക്ഡോർ ഡിപ്ലോമസി, പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള ഈ 7 UAE എല്ലാ രാജ്യങ്ങളുമായിട്ടും സംഭാഷണങ്ങളും മറ്റു കാര്യങ്ങളും എത്രയും വേഗത ഒരു പിന്നെ യുദ്ധം വിരാമം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുകൂടാതെ ചൈനയും റഷ്യയും അതിന്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. പിന്നെ ചൈനയിലേക്കുള്ള അവരുടെ ക്രൂഡ് ഓയിലിന്റെ 45% ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇറാനിൽ നിന്നും ഒക്കെ വരുന്നുണ്ട്. അത് വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ചൈനയുടെ കപ്പലുകൾ ചൈനയിലേക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റി. അതുപോലെ ഇന്ത്യയുടെ 6 7 പിന്നെ എണ്ണക്കപ്പലുകൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മുടെ ഇന്ത്യക്ക് എത്തി. അതുകൊണ്ട് ഇന്ത്യയിലാണെങ്കിൽ പിന്നെ ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഏതാണ്ട് നമ്മുടെ നിഫ്റ്റി എന്ന് പറയുന്ന പിന്നെ എന്താ പറയുന്നത് പിന്നെ പോയിന്റ്സ് ഏതാണ്ട് 879 പോയിന്റ്സോളം കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഇടിയിടിഞ്ഞ് താഴോട്ട് വന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നഷ്ടമായി നോഷണൽ വാല്യൂ. അതുപോലെ തന്നെ 2960 പോയിന്റോളം സെൻസെക്സ്, ബോംബെ സെൻസിറ്റീവ് ഇൻഡെക്സ് പറയുന്നത്, അത് മുകളിലോട്ട് കയറി. അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഖാർഗ് ഐലൻഡിൽ വീണ്ടും ഇസ്രയേൽ മിനിങ്ങാന്ന് രാത്രിയിൽ അതൊരു ബോംബ് ചെയ്തു. അതിലൊരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇറാന് ഇനി പിടിച്ചു നിൽക്കുക എന്ന് പറയുന്ന ഒരു പക്ഷേ ഈ ഭ്രാന്തനായിട്ടുള്ള മനുഷ്യൻ എന്ത് വേണമെങ്കിലും 10 കോടി ആൾക്കാരെ കൊല്ലുമെന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഇതാണ്. ഒരു പക്ഷേ സംഭവം നടന്നേക്കാം. ഇയാൾക്കെതിരായിട്ട് തന്നെ അയാളുടെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ തന്നെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പൊ ഇതും വേറൊരു കാര്യമാണ്. ഇന്റർനാഷണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഈ അമേരിക്കയുടെ ഈ ആക്രമണത്തിന് പിന്നെ എതിരാണ്. അമേരിക്കയിലെ ജനങ്ങളാണെങ്കിൽ ഇയാളുടെ റേറ്റിംഗിലാണ് ഏറ്റവും താഴ്ന്ന മോശമായ താഴത്തേക്കുള്ള റേറ്റിംഗിൽ വന്നിട്ടുണ്ട്, ഇയാളുടെ പോപ്പുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് അമേരിക്ക എങ്ങനെയെങ്കിലും ഒരു ഫേസ് സേവിംഗ് എന്ന് പറയുന്നത്, എങ്ങനെയെങ്കിലും മുഖം സംരക്ഷിക്കുക. ഈ പിന്നെ 39 ദിവസം നടന്ന നാശനഷ്ടങ്ങൾ അമേരിക്കൻ എക്കോണമിയിൽ സംഭവിച്ചത്. അമേരിക്കയിൽ നിന്ന് ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ചത്, 6 ദിവസ യുദ്ധത്തിനുള്ളിൽ 93 ലക്ഷം കോടി രൂപയാണ് 6 ദിവസം. അപ്പൊ 39 ദിവസത്തിന്റെ കണക്കൊക്കെ ഒരു എത്ര ആയിരം എത്ര ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് അമേരിക്കൻ ടാക്സ് പേയേഴ്സിന്റെ കാശ് പിന്നെ നശിപ്പിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ പിന്നെ യുദ്ധവിരാമം അത് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു യുദ്ധവിരാമത്തിലേക്ക് വന്നാൽ ലോകരാഷ്ട്രങ്ങളെല്ലാം തീർച്ചയായിട്ടും ആശ്വസിക്കും. പ്രത്യേകിച്ചും ഗൾഫിലുള്ള രാഷ്ട്രങ്ങൾ. ഇന്ത്യക്കും നമുക്കുണ്ടായ പല ബുദ്ധിമുട്ടുകൾ പ്രയാസകരം, പാചകവാതത്തിന് ഷോർട്ടേജ് ഉണ്ടായി. പക്ഷെ എന്നിരുന്നാൽ പോലും അത് 50 രൂപ വില കൂടിയെന്നുള്ളതല്ലാതെ ഡീസലിനോ പെട്രോളിനോ വില കൂടാതെ ഇത്രയും നാൾ നമ്മൾ പിടിച്ചു നിന്നു. 2 മാസത്തെയാണ് റിസർവ് ഉണ്ടെന്ന് പ്രൈം മിനിസ്റ്ററിന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. വലിയ പിന്നെ റഷ്യയിൽ നിന്നുള്ള ഓയിലിന്റെ വാങ്ങൽ ഏതാണ്ട് 90% വരെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന വാങ്ങിയത് അതേ എത്തിയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ എന്നാലും പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടായ ഇടിവുകളും പിന്നെ സാമ്പത്തികപരമായിട്ട് ഓയിലിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള പല മാനുഫാക്ചറിങ് പ്രോസസ്സിലുണ്ടായ പ്രശ്നങ്ങളും ഇതെല്ലാം കണക്കിലെടുത്ത് യുദ്ധവിരാമം ഇന്ത്യക്ക് ഒരു വളരെ സഹായകരമായ, നമ്മുടെ GDP ഗ്രോത്ത് 7.6% ഉണ്ടാകുമെന്ന് അടുത്ത ഫൈനാൻഷ്യൽ എന്ന് പറയുന്നതിനൊക്കെ സഹായകരമായ കാര്യമാണ്. അപ്പം ഒരു ഡിസപ്ഷൻ ഇനി ഉണ്ടാകാതെ പിന്നെ മുമ്പോട്ട് പോകുന്നതിന് ജഗദീശ്വരൻ ഈ ട്രംപിനും ഇസ്രയേലിനും ഇപ്പോഴുള്ള ഇറാനിലെ ഭരണാധികാരികൾക്കും നല്ല മനസ്സ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇത് കൂടാതെ
പിന്നെ ഈ പല മീഡിയ ക്ലെയിംസും വരുന്നുണ്ട്. ഇത് യുദ്ധം ഇനി എന്താകും? പക്ഷേ 2 ആഴ്ച കഴിഞ്ഞതിന് അതിനുള്ളിൽ ഒരു എഗ്രിയബിൾ ആയിട്ടുള്ള 2 കൂട്ടർക്കും സമ്മതപരമായ ഒരു രീതിയിലേക്ക് മുമ്പോട്ട് പോയില്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നം വീണ്ടും പഴയ പോലെ തന്നെ സംഭവിക്കാം. പക്ഷേ ഇറാനെ ഇനിയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള സമയമായിട്ടില്ല. ഇറാന്റെ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ ഡ്രോൺസും മിസൈലും ഉപയോഗിച്ചു കഴിഞ്ഞു. തേർഡ് ജനറേഷൻ ഉപയോഗിക്കുന്നു. അതവരെ ഉള്ള സ്റ്റോക്ക് പൈല് ഈ യുദ്ധം പ്രൊലോങ് ചെയ്യുന്നതിന് അവർക്ക് കഴിയും. അവിടെ ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ഗാർഡ് എന്ന് പറയുന്നത് അവര് തീർച്ചയായിട്ടും ഇതിന് പിന്നെ തിരിച്ചടി കൊടുക്കും ഇനിയും മുമ്പോട്ട് പോയാൽ. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി തീർച്ചയായിട്ടും ഒരു പക്ഷേ അമേരിക്ക അല്ലെങ്കിൽ ട്രംപിന് കിട്ടിയ ഒരു നല്ല ഒരു അവസരമാണ്. ഈ അവസരം ഉപയോഗപ്പെടുത്തി നിന്ന് എങ്ങനെയെങ്കിലും തടി തപ്പുക എന്നുള്ളത്. അത് ലോക സമാധാനത്തിന് തന്നെ ഒരു നല്ല കാര്യം. പിന്നെ ഇറാൻ പറഞ്ഞു ഇനിയും മുമ്പോട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സന്ധി സംഭാഷണങ്ങൾ തീർച്ചയായിട്ടും യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിന്റെ അംഗീകാരം ഉണ്ടായിരിക്കണം. അപ്പോൾ അമേരിക്ക അത് വയലേറ്റ് ചെയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ ഇസ്രയേലും അത് വയലേറ്റ് ചെയ്യാത്ത രീതിയിൽ എന്നുള്ള രീതിയിലും അവരുടെ ഒരു കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഈ പ്രസന്റ് സിറ്റുവേഷനിൽ ഒരു പക്ഷേ നമുക്ക് വി ഹാവ് ടു കീപ് അവർ ഫിംഗേഴ്സ് ക്രോസ്ഡ്. എങ്ങനെ ഒരു പക്ഷേ ഇത് എന്ത് സംഭവിക്കാം. പിന്നെ ഇതൊക്കെ വളരെ വളരെ എന്താ പറയുക സെൻസിറ്റീവായിട്ടുള്ള മാറ്ററാണ്. ഇതിലെന്തെങ്കിലും പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി കാര്യങ്ങൾ മുമ്പോട്ട് പോയാൽ വീണ്ടും കുഴഞ്ഞു മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. പക്ഷേ 2 കൂട്ടരും വേണ്ട അതിനുള്ള പ്രതിരോധ ശക്തികൾ 2 ആഴ്ചക്കുള്ളിൽ ചെയ്യും. അതുപോലെ മറ്റുള്ള രാജ്യങ്ങളും അവരുടേതായ രീതിയിലുള്ള പിന്നെ പ്രിക്കോഷൻസ് എടുക്കുന്നതും നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചർച്ച അവസാനിക്കുന്നു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ മറുപടി പറയാം. അപ്പൊ ട്രംപിന് കിട്ടിയിരിക്കുന്ന ഒരു തിരിച്ചടി എന്നാണല്ലോ അങ്ങ് പറയുന്നത്. ഇപ്പം ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇറാൻ സിവിലൈസേഷനെ മുഴുവനായിട്ട് ഇല്ലാതാക്കി കളയും, സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് തുറന്നു തരണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. എന്നാൽ അതിന്റെ ഡെഡ് ലൈൻ അവസാനിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു വെടിനിർത്തലിലേക്ക് ഇരു രാജ്യങ്ങളും മുമ്പോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇപ്പം വൈറ്റ് ഹൗസ് പറഞ്ഞിരിക്കുന്നത് ഇത് അവരുടെ വിജയമാണെന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണോ? ഇത് 2 കൂട്ടർക്കും ക്ലെയിമും കൗണ്ടർ ക്ലെയിമും ചെയ്യാം. ഞങ്ങൾ പറഞ്ഞത് പോലാണ്, അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞു നിങ്ങൾ ഇറാന്റേതായ പറഞ്ഞ് 10 കോടിയിൽ പരം ആൾക്കാരെ മുഴുവൻ ഞങ്ങൾ നശിപ്പിക്കും. 5000 വർഷം പഴക്കമുള്ള ഇറാന്റെ അവരുടെ പിന്നെ അവരെ മുഴുവൻ കൊല്ലുന്നു കൊല ഇതൊരു നടക്കുന്ന കാര്യങ്ങളല്ല, ഇത് വട്ടത്തരമാണ്. ഒന്ന് അദ്ദേഹം പറഞ്ഞത് നേരത്തെ ഇവരുടെ തന്നെ ഡെമോക്രാറ്റ്സിന്റെ പിന്നെ സെനറ്റേഴ്സ് തന്നെ ഇയാൾക്കെതിരായിട്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു. പക്ഷേ എല്ലാവർക്കും അവരുടേതായ ക്ലെയിംസ് ഇല്ലേ? ശരി. പക്ഷെ ട്രംപ് എന്തെല്ലാം പിന്നെ അൾട്ടിമേറ്റംസ് കൊടുത്തു മിസ്റ്റർ ഗൗതം കഴിഞ്ഞ 38 ദിവസമായിട്ട്. ഞങ്ങൾ അത് ചെയ്യും, ഞങ്ങൾ ഇത് ചെയ്യും. പക്ഷെ ഏതായാലും സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് അത് തുറക്കാം അവർ സമ്മതിച്ചു. പക്ഷെ അവർ കപ്പം ചുമത്തും അല്ലെങ്കിൽ ചുങ്കം അത് പറഞ്ഞു. അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. എങ്ങനെ അമേരിക്ക ആണെങ്കിൽ ഇല്ല പറ്റത്തില്ല. അമേരിക്ക എന്തെല്ലാം കാര്യങ്ങൾ ട്രൈ ചെയ്തു, നടന്നില്ലല്ലോ. ആ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് അവർക്ക് തുറക്കാൻ പറ്റിയോ? യുദ്ധവിമാനങ്ങൾ വരെ കൊണ്ടുവന്നു. പിന്നെ ഇറാൻ ഇട്ടിരുന്ന പിന്നെ കടലിലിട്ട പിന്നെ മൈൻസ് സ്വീപ്പ് ചെയ്യാനും മൈൻസ് എക്സ്പ്ലോഡ് ചെയ്യാനും ശ്രമിച്ചു, നടന്നില്ല. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പൊ ഇത് ഒരു പക്ഷേ ഉക്രൈനിൽ ഇപ്പം നടക്കുന്ന പോലെ, റഷ്യ എന്ന് പറയുന്നത് പഴയ ഒരു സൂപ്പർ പവർ ആയിരുന്നല്ലോ. പക്ഷെ എന്നിരുന്നാൽ പോലും അവരും പിന്നെ ഉക്രൈനുമായിട്ട് 4 വർഷമായിട്ട് യുദ്ധം തുടങ്ങിയിരുന്നു. അമേരിക്ക വളരെ മോശമായ രീതിയിൽ അവർക്കാണെങ്കിൽ തിരിച്ചടി ഒരുപാട് ഉണ്ടായിട്ടുണ്ടായി. അത് അമേരിക്കൻ മീഡിയ ഇതെല്ലാം സെൻസർ ചെയ്ത ന്യൂസുകളാണ്. നമുക്ക് പൂർണ്ണമായ ന്യൂസുകളൊന്നും വെളിയിലേക്ക് വരുന്നില്ല. പിന്നെ പല മീഡിയ ഇറാന്റെ അല്ലെങ്കിൽ ഗൾഫിലെയുള്ള പല വാർത്തകളും പെരുപ്പിച്ചാണ് അൽ ജസീറ എന്ന് പറയുന്നത്. വാൾ സ്ട്രീറ്റ് ആണെങ്കിലും പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഗാർഡിയൻ ആണെങ്കിലും അമേരിക്കയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന ന്യൂസ് പേപ്പറും പിന്നെ ഇവരെല്ലാം അവർക്ക് പല റെസ്ട്രിക്ഷൻ ഉണ്ട്. പിന്നെ ഇന്ന് ട്രംപ് പറഞ്ഞ വേറൊരു കാര്യം കൂടെ, CNN ആണെന്നുണ്ടെങ്കിൽ ഓതറൈസേഷൻ ഇല്ലാതെ ഈ ന്യൂസ് പുറത്തു വിട്ടുന്നുണ്ട്, അവർക്കെതിരായിട്ട് ആക്ഷൻ എടുക്കുന്നു. ഇന്നത്തെ ട്രംപിന്റെ അട്ടറൻസ് ആണ് ഇത് രാവിലെ ഏർലി മോർണിംഗ്. അപ്പൊ അവിടെ വൈകുന്നേരത്തെ ഇനി വാട്ട് എവർ ഇറ്റ് മേ ബി. അപ്പോൾ 2 കൂട്ടരും വിജയം പിന്നെ അവര് അവകാശപ്പെട്ടുകൊണ്ട്. പക്ഷെ നമുക്ക് ആവശ്യം എന്താണ്? ഇത് മുമ്പോട്ട് പോകാതിരിക്കുക. കാരണം നമ്മുടെ സമ്പദ്ഘടനയും ഇന്ത്യയുടെ ഓവറോൾ. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഒരു ന്യൂസ് ഞാൻ കണ്ടതാണ്. അതായത്
ഇറാനിലെ ഇന്ത്യൻ എംബസി പറഞ്ഞിരിക്കുന്നത് എത്രയോ ഇന്ത്യക്കാർ അവിടെ ഇറാനിൽ സ്ട്രാൻഡഡ് ആണ്, അവിടെ ഇവിടെയായിട്ട്, അല്ലെങ്കിൽ തിരിച്ചു പോരാൻ പറ്റാതെ അവർ എത്രയും വേഗം തിരിച്ചു പോരണം. ഒരു പക്ഷെ നാളെ എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടായാൽ അവരുടെ ജീവനോ അല്ലെങ്കിൽ അവർക്ക് ഉള്ള അവരുടെ ഏർണിങ്സ്, സ്വത്തുക്കളോ നശിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പായിട്ട് ഇത് കണക്കാക്കണം എന്നും തോന്നുന്നു. പിന്നെ ഇത് മുമ്പോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഒരു പെർമനന്റ് യുദ്ധവിരാമത്തിന് കാര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ലോകത്തിലുള്ള എല്ലാവർക്കും ഒരു വലിയ ആശ്വാസമായിരിക്കും. താങ്ക് യു.